മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും വെടിയെന്നാ വിളിക്കുന്നത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? തൊഴിലാണ് എന്റെ ചോറ്, ചോറാണ് എന്റെ തൊഴിൽ. ഇത് രണ്ടുമാണ് എന്നെ വഴിയാധാരം. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. ഫ്ലാഷ് ബാക്ക്. ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോൺടാക്ട് ചെയ്ത ആൾക്കാരെ ഇപ്പം എന്താ പറയാ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. പക്ഷെ നിങ്ങൾ എല്ലാവരും വെടിയെന്നാ വിളിക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. വിരലിലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ സെക്സ് ചെയ്തിട്ടുള്ളൂ. വെറും 10 താഴെ മാത്രം. അത് വളരെ കുറഞ്ഞു പോയല്ലോ ചേച്ചി. എന്റെ അഭിപ്രായത്തിൽ ചേച്ചി ഒരു 10-50 ആൾക്കാരായിട്ടെങ്കിലും സെക്സ് ചെയ്യണമായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ നന്നായേനെ. കളിയാക്കാതെ, ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിയാ ഇപ്പൊ അങ്ങനെ ഇങ്ങനെ തമാശയൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ പറയുമ്പോ ഇവര് എടി നിനക്ക് 10 പേരുമായിട്ട് പോലും റിലേഷൻഷിപ്പില്ല, എന്നിട്ടാണോ നീ ഈ പേര് മൊത്തം കേൾക്കുന്നതെന്നൊക്കെ. അപ്പൊ വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതെ, വളരെ കുറച്ച്. 10 താഴെ മാത്രം. ഇനിയും അത് കൂട്ടി കൊണ്ടുവരാനുള്ള പദ്ധതിയിലാണ് ചേച്ചി. 10ആയി, 50ആയി, 100ആയി, 1000ആയി. ബലവാൻ, അവിടുത്തെ ആ ബലം താങ്ങാനുള്ള ബലം ഈ ശരീരത്തിൽ ഉണ്ടാവുമോ? എന്താ പറയാ ഒരു തവണ സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ട് വിട്ട് കളഞ്ഞ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി, നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ വിട്ട് കളഞ്ഞ കേസുണ്ട്. ആണുങ്ങളെ വശത്താക്കാൻ നീ പണ്ടേ മിടിക്കുകയാണല്ലോ. എന്താ പറഞ്ഞേ? വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പയ്യനായിട്ട് സെക്ഷൽ വെറുതെ കാഷ്വൽ ആയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു, ഭയങ്കര ആ സെക്സ് വളർന്നുകൊണ്ട് പിന്നെ പ്രേമമായി, അങ്ങനെ ഭയങ്കര പ്രേമമായി പോയി. അത് കുറെ കൊല്ലം കണ്ടിന്യൂ ചെയ്തു. പണ്ടൊക്കെ പ്രണയം എന്ന് പറഞ്ഞാല് കണ്ടു, ഒന്ന് സംസാരിക്കാൻ കൊതിച്ചു. അല്ല ഞാൻ അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനൊന്നല്ല മക്കളെ. ഇപ്പൊ ആദ്യം കളി പിന്നെ പ്രണയം, അതാണ് രീതി. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. സെക്സിന് ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുന്നത്, സെക്സിന് വാല്യൂ അത് എന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂ അല്ല നിങ്ങളുടെ. ഇപ്പൊ എന്റെ വാല്യൂ എന്ന് പറയുന്നില്ല, ഇപ്പൊ സെക്സിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ അത് ഓരോ സമയത്തും ഡിഫറെന്റ് ആണ്. അതെ. അത് പിന്നെ മൂഡിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. നല്ല മൂഡുണ്ടോ നല്ല വാല്യൂ ആയിരിക്കും. ഞാൻ എപ്പോഴും ചൂസ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഒരാളെക്കാളും ബെറ്റർ ആയിരിക്കും അടുത്തയാള് എല്ലാ കാര്യത്തിലും. അതായത് നമ്മൾ ആദ്യം ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാത്രമായിരിക്കും ആകർഷിതരാകുന്നത്, സെക്സിനകത്ത് ആകർഷാവില്ല. രണ്ടാമത്തെ വരുമ്പോൾ സ്വഭാവവും സെക്സും ഓക്കെ ആയിട്ടുള്ള ആളായിരിക്കും. മറ്റൊന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ടോക്സിക് അല്ലാതെ കുറച്ച് സമാധാനം തരുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ ഫിൽറ്റർ ചെയ്ത് സൈക്കോളജി പരമായിട്ട് നമ്മളൊരു 4 പേരായിട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ആളായിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വികാരവും ഇതിന്റെ ആ ഒരു ബോണ്ട് നഷ്ടപ്പെടുമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ. എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 4-5 പേരുമായിട്ട് സെക്സ് ചെയ്തിട്ട് അടുത്തവരായിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അതായത് നമ്മൾ ഇന്നിപ്പോ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വന്ന ഫെമിനിസ്റ്റുകൾ, ഇതിനു മുമ്പ് വന്ന ആൾക്കാർ നമുക്കിവിടെ അവരനുഭവിച്ചിട്ട് പോയിട്ടുള്ള അവരുടെ വിഷമങ്ങളാണ് നമുക്ക് ഇന്ന് ഒരു പ്രിവിലേജ് ആയിട്ട് കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നിൽക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. രാത്രിയിൽ പൗരസമിതിയിൽ ഒരുപാട് പരിപാടികളുണ്ട്. ഇറങ്ങട്ടെ. വലിയൊരു നാണക്കേട് നിങ്ങൾ എന്നെ രക്ഷിച്ചു. ശരി, നാളെ പൗരസമിതി.